കേരളത്തെ പുകഴ്ത്തിയുള്ള ഡോക്ടർ തരൂരിൻ്റെ ലേഖനത്തിൽ വിവാദം ഇപ്പോഴും കേരളത്തിൽ തുടരുകയാണ്. തരൂരിൻ്റെ നിലപാടിനെ വിമർശിച്ച് മുഖപത്രം കോൺഗ്രസിൻ്റെ വീക്ഷണം ഇന്ന് രംഗത്ത് വന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ വിജയപ്രതീക്ഷയെ കുരുതി കൊടുക്കരുതെന്നായിരുന്നു വീക്ഷണത്തിലെ പരാമർശം. അതിനിടെ ഡോക്ടർ ശശി തരൂരിനെ പിന്തുണച്ച CPM നേതാക്കളും രംഗത്ത് വന്നു. ഞങ്ങൾക്കതിൽ ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ശരി പറയുന്നത് എങ്ങനെയായാലും ആരായാലും അത് അംഗീകരിക്കുക. ആ അർത്ഥത്തിൽ ശശി തരൂർ പറഞ്ഞ ശരി ഞങ്ങൾ അംഗീകരിക്കും. ശശി തരൂർ എഴുതിയ ലേഖനത്തിൻ്റെ അകത്ത് CPMന് വിമർശനമുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ വിമർശനമുണ്ട്. കോൺഗ്രസിൻ്റെ നേതാവ് എഴുതിയിട്ടുള്ള ലേഖനത്തിൽ CPMന് വിമർശനമുണ്ട്. രാഷ്ട്രീയമായിട്ട് അത് രാഷ്ട്രീയമായിട്ടാണ്, വികസനപരമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. കേരളത്തിൻ്റെ വികസനം കേരളത്തിലെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നേറ്റത്തിൻ്റെ കാലഘട്ടത്തിലെ ഏറ്റവും അത്യാവശ്യമായൊരു കാര്യമാണ്. കേരള ഭരണവുമായി ബന്ധപ്പെട്ട് ശശി തരൂർ നടത്തിയിട്ടുള്ള പ്രതികരണം വസ്തുതാപരമാണ്. കേരളം അഭൂതപൂർവമായ വികാസം കൈവരിക്കുകയാണ്. കേന്ദ്രത്തിൻ്റെ ഒറ്റപ്പെടുത്തലും ഉപരോധവും ഉണ്ടായിട്ട് പോലും കേരളത്തിൻ്റെ തനത് വരുമാനം വർദ്ധിപ്പിച്ച് കേരളത്തിൻ്റെ ഭാവിയെ കൂടി കണ്ടുള്ള വികസന പ്രവർത്തനങ്ങളിൽ കേരള ഗവൺമെൻറ് ഏർപ്പെട്ടിരിക്കുകയാണ്. MG പ്രതീഷ് തിരുവനന്തപുരം വിവരങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, വിശദാംശങ്ങൾ പറയൂ. SKN തരൂർ വിഷയത്തിൽ കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും നിലപാട് തള്ളിക്കൊണ്ട്, അല്ലെങ്കിൽ ആ വിഷയത്തിൽ തരൂരിനെ പിന്തുണച്ചുകൊണ്ടാണ് ഇന്ന് CPM നേതാക്കൾ രംഗത്തെത്തിയത്. ആദ്യഘട്ടത്തിൽ CPM മുഖപത്രമായ ദേശാഭിമാനിയിലും CPM മുഖപത്രമായ ജനയുഗത്തിലുമായിരുന്നു ലേഖനമുണ്ടായിരുന്നത്. ഈ തരൂറിൻ്റെ പ്രതികരണം സ്വാഗതം ചെയ്തുകൊണ്ടും അതേസമയം തരൂറിനെതിരായിട്ടുള്ള കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും നിലപാടിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടുമാണ് ഇന്ന് CPM രംഗത്ത് വന്നിരിക്കുന്നത്. ഈ സംസ്ഥാനത്ത് ഒന്നും നടക്കുന്നില്ല എന്നതാണ് പ്രതിപക്ഷം പറയുന്ന കാര്യം. അത്തരത്തിലൊരു നിലപാടാണ് എല്ലാ കാലത്തും പ്രതിപക്ഷം സ്വീകരിച്ചിരുന്നത്. ശരി ആര് പറയുന്നു അതിനെ അംഗീകരിക്കുക എന്നതാണ് CPMൻ്റെ നയമെന്നതാണ് രാവിലെ MV ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരിച്ച കാര്യം. ഈ ലേഖനത്തിൽ തരൂർ LDFിനെ അടക്കം വിമർശിക്കുന്ന ഭാഗമുണ്ട്. അത് രാഷ്ട്രീയമായാണ് കാണുന്നത്. പക്ഷേ കേരളത്തിൽ വികസനം ഉണ്ടായി എന്നത് കൃത്യമായി പഠിച്ച ശേഷമാണ് ശശി തരൂർ പ്രതികരിച്ചതെന്നും CPM പറയുന്നുണ്ട്. ഇത്തരത്തിലൊരു പ്രതികരണം തന്നെയാണ് TP രാമകൃഷ്ണൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ശശി തരൂരിൻ്റെ നിലപാടിൽ വലിയ അതൃപ്തിയിൽ തന്നെയാണ് കോൺഗ്രസും UDFും ഉള്ളത്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഒഴിവാക്കപ്പെടേണ്ട ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു ലേഖനമായിരുന്നു തരൂരിൻ്റേതെന്നതാണ് കോൺഗ്രസിൻ്റെ നിലപാട്. വലിയ പ്രതിഷേധം അക്കാര്യത്തിൽ സംസ്ഥാന കോൺഗ്രസിലുണ്ട്. കാരണം അത് ഇന്നത്തെ വീക്ഷണം പത്രത്തിൽ ഉൾപ്പെടെ പ്രകടമായിരുന്നു. കാരണം ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ ഒരു പഠിക്കൽ കലമുടയ്ക്കുന്ന രീതിയാണ് തരൂർ സ്വീകരിച്ചത്. അത് പാർട്ടിയെ വലിയ തരത്തിൽ ദോഷം ചെയ്യുമെന്നടക്കമുള്ള വിമർശനങ്ങൾ ഈ വീക്ഷണ മുഖപത്രം ഇന്ന് തരൂരിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല കേരളത്തെ വ്യവസായങ്ങളുടെ ശവപ്പറമ്പാക്കി മാറ്റിയത് CPM എന്നായിരുന്നു വീക്ഷണത്തിൻ്റെ വിമർശനം. പക്ഷേ അപ്പോഴും ഈ തരൂരിനെ പിന്തുണച്ച് അല്ലെങ്കിൽ തരൂറിൻ്റെ ലേഖനത്തെ സ്വാഗതം ചെയ്ത് CPM ഒപ്പം CPM രംഗത്ത് വന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. SK